ശ്രീ അനിൽ വിളയിൽ, എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇവിടെ പത്തനംതിട്ട തിരുവല്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സംസ്ഥാനത്തുടനീളം വിവിധ ക്ഷേത്രഭൂമികൾ അനധികൃതമായി കയ്യേറിയ വിഷയങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെയും പ്രതിഷേധം അലയടിക്കുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും ഈ തിരുവല്ല കാവുംഭാഗം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന്റെ എത്രയോ കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന കോടാനുകോടി രൂപ വില വരുന്ന വസ്തുവകളാണ് തിയേറ്റർ മുതലാളി അന്യാധീനപ്പെടുത്തി അന്യായമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്നിരുന്നത്. ഇന്ന് ഭക്തജന സമൂഹം ഉണർന്നെണീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്രകാരം ഉണർന്നെണീറ്റ് കൃത്യമായ രീതിയിൽ സമാധാനത്തോടുകൂടി ആ തിയേറ്റർ നിൽക്കുന്ന ഭൂമിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും ആ ക്ഷേത്രഭൂമി തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടെ കാവിക്കൊടി ഉയർത്തുകയും ചെയ്തു. കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളിലും കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ, ഏക്കർ കണക്കിന്, ആയിരക്കണക്കിന് ഏക്കർ സ്വത്തുക്കളാണ് അന്യാധീനപ്പെട്ട് കിടക്കുന്നത്. സമാന സാഹചര്യം എല്ലായിടവും ഉണ്ടാകണം. ഹിന്ദു ഉണർന്നെണീറ്റതിന് ശേഷം ഇപ്രകാരം ഈ ഭൂമികൾ തിരിച്ചു പിടിക്കണം. നമ്മൾ നിയമത്തിൻ്റെതായ ഭാഷകളൊക്കെ തന്നെ ഉപയോഗിച്ചതാണ് തിരുവല്ലയിലെ. പക്ഷേ എന്താണ് പറയാൻ സാധിക്കുന്നത്? ഒരാൾ ഗുണ്ടായുസത്തിന്റെ ശൈലിയിൽ, ഒരാൾ തെമ്മാടിത്തരത്തിന്റെ രീതിയിൽ ഇക്കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയാൽ അതിനെ ഈ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അത് കൃത്യമായ രീതിയിൽ ഇന്ന് ഭക്തജന സമൂഹം സമാധാനപൂർവ്വം ആ ഭൂമിയിലേക്ക് തിരികെ കടന്ന് ആ ഭൂമിയിലെ കാവിക്കൊടി പാറിച്ചുകൊണ്ട് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കേരളത്തില് ഇതൊരു മാതൃകയാക്കണം. എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണം. കാരണം നമ്മളുടെ സ്വത്ത്, ദേവന്റെ സ്വത്ത്, മൈനറായ ദേവന്റെ സ്വത്ത്, അത് സംരക്ഷിക്കുകയും അത് അന്യാധീനപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത ഹൈന്ദവ സമൂഹത്തിനാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടരണം. ആ തുടരുന്നതിന്റെ തുടക്കം ഇന്ന് തിരുവല്ലയിൽ ആരംഭിച്ചിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇക്കാര്യത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. ഇത് വീണ്ടും വീണ്ടും തുടരണം. എല്ലാ ദേവസ്വത്തിന്റെയും വസ്തുക്കൾ ഇതേപോലെ, അത് സ്വകാര്യമായിക്കൊള്ളട്ടെ, ദേവസ്വം ബോർഡിന്റെ ആയിക്കൊള്ളട്ടെ, തിരിച്ചു പിടിക്കുക തന്നെ വേണം.